ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ വേറൊരു പ്രൊവിൻസിലോട്ട് പോയി കേട്ടോ, നോവാസ്കോഷ്യ എന്ന് പറയുന്നത്. അപ്പം ഫെറി ത്രൂ ആണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ബസ്സിനെ പോകാൻ പറ്റത്തുള്ളൂ, കാരണം ഒരു 3 hours ജേണി ഉണ്ട് കേട്ടോ പോർട്ടിലോട്ട് പോകാൻ. അപ്പം ഞാൻ ആദ്യം പോയി സീറ്റൊക്കെ പിടിച്ചു. സീറ്റ് പിടിക്കാനായിട്ട് വലിയ ആളോ കാര്യങ്ങളോ തിരക്കോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള സൈഡ് സീറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് ഉടനെ ഫോണും ക്യാമറയൊക്കെ ഓണാക്കി വെളിയിലോട്ട് നോക്കി ഇരിപ്പായി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ കാണാം. എല്ലാം നല്ല മഞ്ഞ് വീണും ഒക്കെ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുള്ളൂ, എവിടെ നോക്കിയാലും മഞ്ഞല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ പിന്നെ അതും നമ്മൾ ആസ്വദിക്കണമല്ലോ. അപ്പം ഞാൻ കുറേ നേരം ഇതെല്ലാം ആസ്വദിച്ചങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു പാട്ടും കൂടി കേട്ടിരിക്കുവാണെങ്കിൽ എൻ്റെ അമ്മ പറയാണ്ടിരിക്കാൻ വയ്യ. യാത്ര ചെയ്യുന്ന ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഏരിയാസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തതും നമ്മളങ്ങോട്ട് പോകാറില്ലാത്തതും ഏരിയാസൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അവിടുത്തെ കാഴ്ചകളും ആ ഏരിയ ഒക്കെ കണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ താണ്ടെ പോർട്ടിലെത്തി ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ലോങ് ജേർണി ആണല്ലോ. 11:35 ഒക്കെ ആകുമ്പം നമ്മൾ ഇവിടുന്ന് കയറുവാണെങ്കിൽ മോർണിംഗ് 7 o'clock നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പം ഇവിടുത്തെ കഫറ്റേരിയയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഏജ് അത് കഴിഞ്ഞു പോയത് കൊണ്ട് എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അവിടെയൊക്കെ കുറേ നേരം വായി നോക്കിയൊക്കെ നിന്നതിന് ശേഷം എന്നാൽ ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബർഗർ കഴിച്ചു. കുറച്ച് ഒരു സോഫ്റ്റ് ഡ്രിങ്കും കൂടി കുടിച്ചതിന് ശേഷം ദാണ്ടെ നമ്മൾ ഫെറിയുടെ അകത്ത് കയറി കേട്ടോ. അവിടെ കയറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തിരക്കോ തിക്കോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് സീറ്റ് അവിടെ വേക്കൻ്റായി കിടപ്പുണ്ട് കേട്ടോ. പിന്നെ എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കാം. ഒരു ഫെറിയിലിരിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ ഏതോ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് ഫീലായത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിശപ്പിൻ്റെ വിളി വന്നു. എന്നാൽ പിന്നെ ഒരു പിസ്സ വാങ്ങിച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിസ്സയും നല്ല ചൂട് കോഫിയും അതിനി അകത്താക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ബാക്കി കിടന്ന് നന്നായിട്ട് ഉറങ്ങുക, അത്ര തന്നെ. അല്ലാണ്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല കേട്ടോ. പിസ്സയുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റുള്ള പിസ്സയായിരുന്നു. എനിക്ക് പേഴ്സണലി പിസ്സ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അല്പം കഴിച്ചു, ബാക്കി എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ സീറ്റിലോട്ട് വന്നു. ഇവിടെ ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പം ഏകദേശം ലൈറ്റും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചു. വെളിയിൽ പോയി ഒന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ കടൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ആയിരിക്കും എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ കപ്പലിൻ്റെ കറക്റ്റ് സൈസ് എനിക്ക് മനസ്സിലായത്. ഇത്രയും വലിയൊരു കപ്പലിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് പിടികിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ തണുപ്പ് ഒരുപാട് കൂടുതലായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് തെന്നി വീഴുമോ എന്നുള്ളൊരു സംശയം കൊണ്ടും നീന്താൻ അറിയത്തില്ലാത്തത് കൊണ്ടും അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ പോർട്ടിൽ ഇതായിട്ടുണ്ട് കപ്പൽ. ഇത് ഓപ്പോസിറ്റ് കിടക്കുന്ന വേറൊരു കപ്പലിൻ്റെ ഒരു പിക്കാണ് കേട്ടോ. എന്തായാലും ഇവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ, ഇരുന്നും കിടന്നുമൊക്കെ മടുത്തു. എന്നാൽ പിന്നെ ഇവിടെ കുറച്ച് നേരം തണുപ്പും കൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കപ്പലൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് ഒരു രസം തോന്നി. പിന്നെ കുറച്ച് നേരം കടലിലെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ ഒരു സന്തോഷം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ഇത്രയും അടുത്തൊരു കപ്പൽ കാണുന്നത്. എന്തായാലും അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ബസ്സിനാണ് പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കപ്പലൊക്കെ കണ്ടത്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കുറച്ച് നേരം കണ്ടിരിക്കാം എന്ന് വിചാരിച്ചു. പറ്റാവുന്ന അത്രയും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾക്ക് ആണെങ്കിൽ കൂടെ വന്ന ഒരു പാസഞ്ചർ, ഒരു അമ്മ പുള്ളിക്കാരി ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പം ഒരുപാട് ഹാപ്പിനെസ് തോന്നി. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ കുറേ നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ.
വിശപ്പിൻ്റെ വിളി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം നമ്മൾ നൈറ്റ് കഴിച്ചതിന് ശേഷം മോർണിംഗ് ഒന്നും കഴിച്ചില്ല, ഒന്നും ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം പതിയെ കഴിക്കാമെന്ന് വിചാരിച്ചു. നന്നായി വിശന്നിട്ട് പോയാൽ ഇപ്പം ഏകദേശം സമയം എനിക്കൊന്നും ഇവിടെ ഒരു 7:30 ഒക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം കഴിക്കാനായിട്ട് യാതൊരുവിധ വഴിയുമില്ല. അങ്ങനെ ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം നമ്മളിവിടെ അടുത്തുള്ളൊരു മാളിൽ പോയി കേട്ടോ. അവിടെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല റേറ്റ് കുറവും ഒക്കെ ആയിരുന്നു. എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓടിപ്പിടിപിടുത്ത് ഞാൻ ഓടി നടന്ന് വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ഷോപ്പിലോട്ട് പോകാനായിട്ട്. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്താണ് വന്നത് എന്താണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വേറൊരു ഷോപ്പിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഓരോ ഷോപ്പിലും കയറി നന്നായിട്ട് അവിടുത്തെ ഡ്രസ്സെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട പതിയെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക. ചിലപ്പം ഒരു ഷോപ്പിൽ നിന്ന് ചിലപ്പം അവിടെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ആയിരിക്കും വാങ്ങിക്കാം. എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പോകുന്ന വഴിക്ക് അവിടെ ഒരു ഡയമണ്ടിൻ്റെ ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വെളിയിൽ വണ്ടിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ പോയി നന്നായിട്ട് ഫുഡ് അങ്ങ് അടിച്ചു. ഇന്ത്യൻ ഫുഡ് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെയും ഫുഡെല്ലാം കഴിച്ചു. പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോർട്ടിലോട്ട് വന്ന് നമ്മൾ ഫെറിയിൽ കയറി കേട്ടോ. കയറിയ ഉടനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് കോഫി കുടിക്കാം, കാരണം നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കോഫി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. വലിയ ടേസ്റ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല. പേര് കാണുമ്പോൾ തോന്നും നമുക്ക് വലിയ സംഭവമാണെന്ന്. പക്ഷേ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ സാധാ ടീ അല്ലെങ്കിൽ കോഫി ആണെന്നൊക്കെ. പിന്നെ നമുക്കൊരു ഒരു റിഫ്രഷ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനൊരു ഭയങ്കരമായിട്ടും എനിക്ക് ടീ കോഫിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കോഫി ഒരുപാട് അങ്ങ് കുടിക്കില്ല, പക്ഷേ ടീ ആണ് കൂടുതൽ ഇഷ്ടം. എന്നാലും കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോർണിംഗ് ഒക്കെ ആയപ്പോൾ വെളിയിലൊക്കെ ഒന്ന് വന്ന് നോക്കി കേട്ടോ. ഇത് ഈ ഫെറിയിലുള്ള ട്രക്കുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.